ഫ്രണ്ട്സ്, സുധീർ ഇതിനു മുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പ്ലീസ് വെൽക്കം ഹിം. മണ്ണി, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ലേ. സുധീർ, എന്താ ഇത്? നീ ഒരു കളക്ടർ ആവണം നിന്റെ അച്ഛനമ്മമാരുടെ മോഹം. ഉഴപ്പി നടക്കരുത്, അത് നിറവേറ്റണം. ബണ്ണി മോനെ, നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമെന്ന് ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ നിനക്ക് 100 മാർക്ക് തരിക ഞാൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട്? ദായി കണ്ണീര് പോരെ. ഗുഡ് മോർണിംഗ് സർ. ആ മഹാദേവൻ, വാ വാ വാ, ഇരിക്കും. അല്ല, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നുമില്ല സർ, സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതി. എടാ മോനെ തരുൺ. സർ, എന്റെ മകൻ അങ്ങ് അമേരിക്കയിലാണ്. എനിക്കറിയാം, എന്റെ മോളെ ഇവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ? സർ അത് നീ ഒന്നും വേണ്ട. സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാൽ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കരുതിയോ? നിനക്ക് എന്റെ ഒരു രോമത്തിന് വിലയുണ്ടോടാ? എന്റെ കയ്യിൽ നിന്ന് വീഴുന്ന എച്ചിലിന് വേണ്ടി എന്റെ കാൽക്കൽ ഒരു പട്ടിയെ പോലെ നടന്നൊക്കെ മറന്നുപോയോ നീ? ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ സാർ. ഈ 20 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു. ശരിയായിരിക്കും. 20 വർഷം മുമ്പ് എന്റെ ഷൂവിന്റെ വില വെറും 500, ഇപ്പൊ അത് 5000. വില കൂടുതലാണെന്ന് പറഞ്ഞ് ഈ ഷൂ എടുത്ത് എന്റെ തലയെ വെക്കാൻ പറ്റില്ലല്ലോ. കാലില് തന്നെ ഇടണം. നീയും ഇതുപോലെയാ. എന്റെ മോള് മഹാറാണിയാ. അവളെ ഒന്ന് നോക്കണമെങ്കിൽ പോലും നീ നിന്റെ മോന് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ക്ഷമിക്കണം സാർ, എന്നോടൊന്നും തോന്നരുത്. അങ്ങനെയൊന്നും ആഗ്രഹിച്ചു പോയി. സാർ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല. വരട്ടെ സാർ. വടാ. എന്റെ മോളെ ചോദിക്കാറായോടാ? വരട്ടെ. അവളെ കെട്ടേണ്ടവൻ അത്ര ടോപ്പില് ആകാശത്തിലാ ഉണ്ടാവേണ്ടത്. ഹായ്, ബ്യൂട്ടിഫുൾ. ഈ ഡ്രസ് സെലക്ട് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒക്കെ മഹി പറഞ്ഞിട്ടല്ലേ. പക്ഷെ രാത്രിയിലെങ്ങാനും എന്റെ ഡാഡി എണീറ്റാലോ? ആ പേടിയെ വേണ്ട. നിങ്ങളുടെ വീട്ടിലെ പാലിൽ ഞാൻ മയക്കുമരുന്നിട്ടു. അത് കുടിച്ച് അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ഉറങ്ങുക. ഇന്നിനി എണീക്കില്ല. അതൊക്കെ വിട്. വന്ന് ഈ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യ്. കമോൺ. ഹലോ സ്കൈ, മൂൺ, സ്റ്റാർസ്, ഓഷ്യൻ, let me celebrate Mahi on her birthday. Happy birthday to you, Mahalakshmi. ഇത് ശരിക്കും ത്രില്ലിംഗ് ആണ് ബണ്ണി. ഇങ്ങനെ ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ നിലാവത്തെ സമുദ്രത്തെ കണ്ടുകൊണ്ട് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞ ഇറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്. ഓ യെസ്, ഇത് മാത്രമല്ല, ഇനി ഇതുപോലെ കുറെ ഉണ്ട്. വാ കാണിച്ചു തരാം. ചേട്ടാ, ഒരു സ്പെഷ്യൽ ടീ എടുക്കും. ഇപ്പൊ തരാം. ഹായ് ഫ്രണ്ട്സ്, വാ വാ വാ. ഇന്ന് മഹാലക്ഷ്മിയുടെ ബർത്ത്ഡേയാ. എല്ലാവരും ഈ ബണ്ണ് വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറ. ദാ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു മഹാലക്ഷ്മി. എന്തെങ്ങനെ നോക്കുന്ന? ഇത് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുണ്ട്. തീർന്നില്ല, ഇനിയാണ് ഗാനമേള, റെക്കോർഡിംഗ്, ഡാൻസ്. കാണാൻ പോകുന്നേ ഉള്ളൂ. ബണ്ണി, എന്താ ഇതൊക്കെ? ഇറങ്ങി പറയാം.
സംഗീത ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലുകൾ ചുണ്ടിലണിഞ്ഞവളെ. നീ ദിവസം ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ? ഞാൻ മാത്രമല്ല, പാവപ്പെട്ടവരല്ല എന്നും ഇതൊക്കെ എൻജോയ് ചെയ്യും. വലിയ കാശുകാര് നിന്നെ പോലെ AC റൂമിൽ കയറിയിരിക്കുകയും ചെയ്യും. ബണ്ണി, എനിക്കൊന്ന് ഡാൻസ് ചെയ്യാൻ തോന്നുന്നു ബണ്ണി. അതെയോ? വാ ചായ കുടിക്കാം. ചായ കുടിക്കാൻ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? പോയി വാങ്ങിച്ചോട്ടോ. കണ്ണു പോയിട്ടും അഹങ്കാരം പോയില്ല. നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നീ ഇപ്പോ എന്താ പറഞ്ഞെന്ന്? ഇനി ചെവി മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണോന്ന്. പൂച്ചയ്ക്ക് കണ്ണില്ലാതായാലും എലിയും തട്ടിക്കളിക്കുമെന്ന് പറയും പോലെ ഞാനൊരു കോമാളിയായി. ആരെങ്കിലും കണ്ടാൽ കണ്ണുകൊട്ടനാൻ തോന്നരുത്, അല്ല ആക്ട് ചെയ്യണം. ഡാ, അവിടെ ജീപ്പിൽ ഒരു പണിയില്ല, ഒരു പൊട്ടക്കണ്ണ ഇരിപ്പുണ്ട്. ഒരു ചായ കൊണ്ട് കൊടുക്ക്. ഇവിടെ പൊട്ടക്കണ്ണനുള്ളത് താനാണോ? ആരാടാ പൊട്ടക്കണ്ണൻ? കണ്ണട വെച്ചാ പൊട്ടക്കണ്ണനാവോ? കൈ മെനക്കെടുത്തരുത് മോനെ. വിരല് ചൂണ്ടിയപ്പോ എനിക്ക് മനസ്സിലായി ആരാ പൊട്ടക്കണ്ണൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു വിരല്. ബണ്ണി, സൂര്യനല്ലടാ അത്. എടോ സൂര്യ, സുഖമല്ലേ നിനക്ക്? പരമസുഖ. എവിടെ പോണ്? ഒരു സിനിമയ്ക്ക് ഇറങ്ങിയതാ. കണ്ടോ കാണാൻ പോകുന്നേ ഉള്ളോ? പോകുന്നേ ഉള്ളൂ. അല്ല, തന്റെ കണ്ണാരോ മോഷ്ടിച്ചു പറഞ്ഞു. ചുമ്മാതിരിക്കടാ. മോഷ്ടിക്കാൻ ഇതെന്താ പൈസയാ? ഈ സമൂഹത്തിലെ അഴിമതികൾ കാണാൻ വയ്യഞ്ഞിട്ട് ഞാൻ ഒരാൾക്ക് അത് ദാനം ചെയ്താ. സമൂഹം നന്നാകുകയാണെങ്കിൽ ഞാൻ വേറെ കണ്ണു വെച്ചോളാം. എന്താ പോരെ? നല്ല ഐഡിയ. ഇങ്ങനെ തന്നെ വേണം. പറയട്ടെ. കണ്ണുള്ളപ്പോ ആരും അതിനെ കുറിച്ച് ചോദിക്കില്ല. പോയപ്പോഴാ ചോദ്യങ്ങള്. ചാവണതാ ഭേദം. എടാ, ആ സൂര്യൻ നീ അവന്റെ കണ്ണെടുത്തെന്ന് അറിയാം. എങ്ങനെ അറിയാനടാ? അതിന് എന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ? എന്നാലും അവന്റെ കാര്യം കഷ്ടമല്ലേടാ. കണ്ണിന്റെ വില എന്താണെന്ന് അവനും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ. നീ ടെൻഷൻ അടിക്കണ്ട. അവന് കണ്ട് വേറെ പഠിപ്പിക്കാം. ആ, എന്താ വേണ്ടത്? ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു തരണം. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യൂ. ബണ്ണി, നിനക്കടാ ഫോൺ. ആരാന്ന് ചോദിക്കും. ചോളവാരത്തു നിന്ന് ജാനകിയാണെന്ന് പറഞ്ഞാൽ മതി. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണ്. നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്താ അമ്മേ? വരുന്ന 22-ാം തീയതി രഥോത്സവമല്ലേ? നീ വന്ന് കൈവച്ചില്ലെങ്കിൽ രഥം അനങ്ങില്ല. അത് ഓർമ്മിപ്പിക്കാനാ ഫോൺ ചെയ്തത്. ഓർമ്മയുണ്ടമ്മേ. എന്തൊക്കെ പറഞ്ഞാലും അത് മറക്കില്ലല്ലോ. ഞാൻ ഉറപ്പായിട്ടും വരും. പിന്നെ വെല്ലിച്ചന്റെ കാര്യം എന്താ അമ്മേ? ഗവർണർക്ക് ഹർജി കൊടുത്തിരുന്നു. രഥോത്സവ ദിവസം ജയിലിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നാണ് പറഞ്ഞത്. നമ്മുടെ മോനെവിടെ? ഇത്രയും നാൾ കഴിഞ്ഞ് വന്നിട്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ നമ്മുടെ മോനെക്കുറിച്ചാണല്ലോ ചോദിച്ചത്. അങ്ങനെയാ വേണ്ടത്. ഇപ്പോഴവനെ കണ്ടാൽ എങ്ങനെയുണ്ടെന്നറിയോ? അവനിപ്പോ ആരാണെന്നറിയോ? നീ തുടയ്ക്കേണ്ട കണ്ണുനീര് ഈ സമൂഹത്തിന്റെ അടമോനെ. ഞാനത് ചെയ്യും വിളിച്ച ഉറപ്പ്.
എന്നാൽ ഇത്രയും കാലം എന്നെ ഒളിച്ചു വെച്ച സത്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. എന്തുകൊണ്ട് എന്നെ ചെറുപ്പം മുതലേ രഹസ്യമായിട്ട് വളർത്തിയത്? എന്തുകൊണ്ട് എന്നെ മഹാലക്ഷ്മി ചേർന്ന കോളേജിൽ തന്നെ ചേർത്ത് പഠിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ഞാനും മഹാലക്ഷ്മി തമ്മിൽ പ്രേമിക്കണമെന്ന് പറഞ്ഞത്? പറയൂ വലിച്ച, സത്യത്തിൽ ഞാൻ ആരാ? നീ ഒരു രാജകുമാരനാണ്. അതുകൊണ്ടാ നിന്നെ ഞാൻ രഹസ്യമായി വളർത്തിയത്. നിന്റെ ജീവന് പോലും ആപത്തുണ്ട്. അതുകൊണ്ടാ രാജാറാം എന്ന നിന്റെ പേര് ബണ്ണി എന്ന് മാറ്റിയതും. മഹാലക്ഷ്മി വേറെ ആരുമല്ല, ശരിക്കും നിന്റെ മുറപ്പെണ്ണ് തന്നെയവള്. എന്താ പറഞ്ഞേ? അതേടാ, നിന്റെ അച്ഛന്റെ പേര് രാജരാമവർമ്മ. ഈ കോവിലിനുള്ളിൽ വാഴുന്ന ദൈവം നരസിംഹസ്വാമിയാണെങ്കിൽ ഇവിടത്തെ മനുഷ്യരുടെ ഉള്ളിൽ ഇന്നും വാഴുന്ന ഒരേ ഒരു ദൈവം നിന്റെ അച്ഛനാ. അതായിരുന്നു സിംഹം, നരസിംഹം. ഗോദാവരി വളരെ അകലെയായതുകൊണ്ട് അതിലെ ജലം ഇവിടുത്തെ കർഷകർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഇനിയും മഴ പെയ്യാൻ വൈകുകയാണെങ്കിൽ പാവം കർഷകരുടെ ജീവിതം തന്നെ കഷ്ടത്തിലാകും സ്വാമി. തമ്പരാ വലിയ കേമനാവും തമ്പരാ. സ്വാമി അനുഗ്രഹിക്കട്ടെ. മഹാലക്ഷ്മി മോള് കരയുന്നല്ലോ. കരച്ചിലൊന്നും അല്ല സീതേ. മോളെ മഹാലക്ഷ്മി മോനെ അമ്മയെ പോലെ തന്നെ. ഇതെന്താ സീതേ വെറും നെറ്റിയായിട്ട്? ജാനു, കുങ്കുമം എടുത്തോണ്ട് വരൂ. ശരി. എന്റെ അനുജത്തി എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം മോളെ. നിന്റെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഞാൻ കരുതി നീ ഒരുപാട് ദൂരത്തേക്ക് പോയെന്ന്. എന്നാൽ വീണ്ടും എന്റെ മരുമകളുടെ രൂപത്തിൽ നീ വീട്ടിലേക്ക് വരാൻ പോവാ. ഇവളെ നമ്മുടെ രാജയെ കൊണ്ട് കെട്ടിക്കാം. എന്തു പറയുന്നു മോളെ? ആരാധിച്ചവർക്ക് ദൈവം വരം കൊടുത്ത കഥകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആവശ്യപ്പെടാതെ വരം തരുന്ന ദൈവ എന്റെ ഏട്ടൻ. എന്റെ കുഞ്ഞിനെ ഏട്ടന്റെ മരുമകളാക്കുന്നതിനേക്കാൾ എനിക്ക് വേറെ എന്ത് ഭാഗ്യം കിട്ടാനാ ഏട്ടാ? അണ്ണാ, ഒന്ന് വെളിയിലേക്ക് വരോ? എന്താ പറഞ്ഞത്? ഈ കുഞ്ഞിനെ നമ്മുടെ രാജയെ കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്നോ? നമ്മുടെ രാജാക്ക് സ്ത്രീധനമായിട്ട് കോടിക്കണക്കിന് സ്വത്തുക്കൾ വേറെ കിട്ടും. എടാ, സ്ത്രീധനം എത്ര വേണേലും കിട്ടും. എന്നാൽ സ്നേഹം അങ്ങനെയല്ല, വിലമതിക്കാനേ ആവില്ല. രക്തബന്ധം ഇത്. നിങ്ങൾ നന്നാവില്ല, ഒരിക്കലും നന്നാവണ്ട. എന്താ രാമേട്ട, എന്റെ ചേട്ടനെ മാറ്റി നിർത്തി വഴക്ക് പറയായിരുന്നോ? ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ സീതേ. ദിവസത്തിൽ ഒരിക്കലെങ്കിലും എന്നെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഇവൻ ഉറക്കം വരില്ല അല്ലടാ. സീതേ, കളക്ടർ സ്ഥലത്ത് തിരുന്നെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. നിന്റെ അച്ഛന് കർഷകരെ ജീവനായിരുന്നു. അവരുടെ ആത്മഹത്യകൾ കണ്ടുമടുത്തുപോയ ആളാ. ചോളവാരം പ്രോജക്റ്റ് നടന്നാൽ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾ രക്ഷപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാ ആ പ്രോജക്റ്റിന് വേണ്ടി അദ്ദേഹം പോരാടിയത്. നമസ്കാരം വർമ്മ സാറേ. ഇത് 150ാമത്തെ തവണയാണെന്ന് തോന്നുന്നു നിങ്ങൾ ചോളവാരം പ്രോജക്റ്റിന് വേണ്ടി സർവേ ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ? ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. You are doing your duty for the sake of your salary, not for the society. You are doing your duty to satisfy the politicians, not for the public. You are doing your duty for the sake of your status, not for the service. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടീസ്? അതല്ല വർമ്മ സാർ. ആ പാർട്ടി ജയിച്ചാലും ശരി, ഈ പാർട്ടി ജയിച്ചാലും ശരി, പ്രൈം മിനിസ്റ്റർ മാറിയാലും ശരി, ചീഫ് മിനിസ്റ്റർ മാറിയാലും ശരി, ഇതുപോലെ ആരെങ്കിലും വന്ന് വെറുതെ ഒരു സർവേ നടത്തി റിപ്പോർട്ട് എഴുതി കോൺട്രിബ്യൂസി ചെയ്ത് ആ ഫയൽ എടുത്ത് ഒടുവിൽ വല്ല കുപ്പത്തൊട്ടിലും വലിച്ചെറിയും. ഈ പ്രോജക്ട് പൂർത്തിയാക്കി നദീജലം വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ നമ്മുടെ നാടുൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലെ 20 ലക്ഷത്തോളം ഏക്കറിൽ കൃഷിജലം ലഭിക്കും. 7 ലക്ഷം ഏക്കറോളം തരിശുഭൂമി കൃഷിയോഗ്യമാവുകയും ചെയ്യും. 960 മെഗാവാട്ടിൽ ജലവൈദ്യുതി ഉൽപാദനം ഉണ്ടാവും. ലക്ഷങ്ങളോളം വരുന്ന പാവപ്പെട്ടവർക്ക് തൊഴിലും ജീവിതം ഉണ്ടാവും. ഈ സത്യം എല്ലാവർക്കും അറിയാം. ആരും എന്നാലും ഒന്നും ചെയ്യില്ല, ശരിയല്ലേ? ആദ്യമായി 1946-ലാണ്
അന്നത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രി ചോളവാരം പദ്ധതി നിർമ്മിക്കാനായി തീരുമാനിച്ചത്. 34 കൊല്ലം കഴിഞ്ഞ് ശിലാസ്ഥാപനം നടത്തി ദാ ഈ ഫലകം ഇവിടെ വച്ചു. എന്നിട്ടും ഇപ്പോൾ വർഷങ്ങൾ എത്രയായി? ഭരണകൂടങ്ങൾ എത്ര മാറി വന്നു? പദ്ധതി മാത്രം ശൂന്യം. അങ്ങകലെ ഏതോ നാട്ടിൽ ഉത്ഭവിച്ച ഈ മഹാനദി പല സംസ്ഥാനങ്ങൾ താണ്ടി ഇവിടേക്ക് ഒഴുകി വന്നിട്ട് പോലും ആർക്കും ഒരു ഉപയോഗവുമില്ലാതെ വെറുതെ കടലിലേക്ക് ഒഴുകി പോവുകയല്ലേ സാർ? അതങ്ങനെ പാഴാക്കാനുള്ളതല്ല, ഈ നാടിന്റെ സമൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, ഇവിടെ പൊന്നു വിളയിക്കാനുള്ളതാണ്. പക്ഷെ എന്താ ഇവിടെ നടക്കുന്നത്? കൺമുമ്പിലൂടെ ഈ ജലം മുഴുവൻ ഒഴുകി പോകുമ്പോഴും ജലക്ഷാമം കൊണ്ട് ആയിരങ്ങളാണ് ചത്തൊടുങ്ങുന്നത്. അതെന്താ നിങ്ങൾ ആരും ഓർക്കാത്തത്? ക്ഷമിക്കണം സാർ, ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങളല്ലേ? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എന്നാ ഞാനിത് ചോദിക്കേണ്ടവരോട് തന്നെ ചോദിച്ചോളാം. രാമേന്ദ്ര, നമ്മുടെ നാട്ടിലെ കർഷകരോടെല്ലാം നാളെ രാവിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിനടുത്ത് വരാൻ പറയണം. ജാതിയായി നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പോകണം. ഇവിടുത്തെ കർഷകരുടെ ശക്തി എന്താണെന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തണം. നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം. എന്തിനാ സാറ് നേരിട്ട് വന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? വേറെ ആരെ പറഞ്ഞു വിട്ടാലും പ്രയോജനമില്ലെന്ന് തോന്നിയോണ്ടാ ഞാൻ തന്നെ നേരിട്ട് വന്നത്. CM സാറേ, എവിടെ വരെയായി നിങ്ങളുടെ ചോളവാരം പ്രോജക്ട്? ആ പ്രോജക്റ്റ് വരികയാണെങ്കിൽ എത്രത്തോളം പ്രയോജനം ഉണ്ടാവുമോ അത്രത്തോളം ദോഷവും കർഷകർക്കുണ്ടാവും വർമ്മ സാറേ. എന്താണ് ആ ദോഷം എന്ന് പറ. അത് കനാല് വെട്ടി വരുമ്പോ ഏക്കറും അര ഏക്കറുമുള്ള ഒരുപാട് ചെറുകിട കർഷകരുടെ ഭൂമിയും അതോടൊപ്പം നഷ്ടപ്പെട്ടു പോകും വർമ്മ സാറേ. അതാണോ നിങ്ങളുടെ പ്രശ്നം? 10 ഏക്കറുള്ളൊരു കർഷകന് 1 ഏക്കർ പോയാൽ അതൊരു പ്രശ്നമല്ല. ബാക്കി നിലം കൃഷിക്ക് യോഗ്യമാകും. 5 ഏക്കറുള്ളൊരു കർഷകനും അതൊരു നഷ്ടമായി കരുതാൻ പോകുന്നില്ല. ബാക്കിയുള്ള 4 ഏക്കറിൽ അവന് കൃഷി ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ഏക്കറും അര ഏക്കറുള്ള ചെറുകിട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടാൽ അവർക്ക് ഞാൻ സ്ഥലം കൊടുക്കാം. എന്റെ 4000 ഏക്കറോളം വരുന്ന ഭൂമി നിങ്ങളുടെ ഗവൺമെന്റിന് ഞാൻ എഴുതി തരാം. കരാർ എഴുതാനുള്ള പണവും ഞാൻ തരാം. ഉടനെ തന്നെ പണി ആരംഭിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു കാലത്ത് ഗാന്ധിജി ഉണ്ടായിരുന്നു, നെഹ്റു ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് ഇവിടെ കർഷകർ ഉണ്ടായിരുന്നു എന്ന് കൊച്ചുകുട്ടികൾക്ക് ചരിത്ര പുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് വന്നിരിക്കും. വരട്ടെ. CM സാറേ, ഇത്രകാലം കർഷകരുടെ ആത്മഹത്യകളാണ് എല്ലാവരും കണ്ടത്. ഈ പ്രോജക്ട് നടക്കാതെ പോയാ രാഷ്ട്രീയ നേതാക്കളുടെ ശവങ്ങളായിരിക്കും ഇനി കൺമുമ്പിൽ കാണേണ്ടി വരിക. എന്താ സാർ ഇത്? അയാൾ വലിയ ജന്മിയൊക്കെ ആയിരിക്കും. ഒരു മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു പോലും ഓർക്കാതെ വെറും റൗഡിസമല്ലേ അയാൾ കാണിച്ചത്? ആ പറഞ്ഞിട്ട് പോയ ആളിന്റെയും ദൈവത്തിന്റെയും കൽപ്പന ഒരുപോലെയാണോ? കർഷകരെല്ലാം റൗഡികളാകുന്നതിന് മുമ്പ് നീ പോയി ആ പ്രോജക്റ്റിനെ സംബന്ധിക്കുന്ന ഫയലുകളെല്ലാം എടുത്തുകൊണ്ടുവാ. വേഗം ചെല്ല്. നമസ്കാരം സാർ. സാറ് പറഞ്ഞതിന് പ്രകാരം ചോളവാരം പ്രോജക്റ്റിന് വേണ്ടി വസ്തുക്കളെല്ലാം ഗവൺമെന്റിന് എഴുതി കൊടുക്കുന്നതിന്റെ റെക്കോർഡ്സ് ആണിത്. പേന തരൂ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അണ്ണാ. ഹലോ ചേട്ടാ, ഞാനാ. പറയ് സീതേ. നമ്മുടെ മഹാലക്ഷ്മിക്ക് ചോറൂണ് നാളെ രാവിലെയാ. ചേട്ടനെ കൊണ്ട് കൊടുപ്പിക്കണമെന്നാ. അതിനെന്താ, നിന്റെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ.